ഒരു വീട്ടുകാർ സ്വന്തം മകളെ കെട്ടിച്ചയക്കുന്നു, ആ പെൺകുട്ടി അവളുടെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാണെങ്കിൽ ഓക്കെ. ഒരു വീട്ടുകാർ സ്വന്തം മകളെ കെട്ടിച്ചയക്കുന്നു, ആ പെൺകുട്ടി അവളുടെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാണെങ്കിൽ ഓക്കെ. ഞാൻ പറയാം, 1961 സ്ത്രീധന നിരോധന നിയമം വന്നത്. പക്ഷേ അതിനുശേഷം ഒന്നും സ്ത്രീധനം മേടിക്കലും കൊടുക്കലും വാങ്ങലും ഒന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പൊ അടുത്ത ഇടയിൽ ഇറങ്ങിയ ഒരു സിനിമ തന്നെ, പൊന്മാൻ എന്ന് പറയുന്ന സിനിമ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. കൊല്ലം ജില്ലയിൽ ഈ രീതിയിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലെ സ്ത്രീധനം നിർബന്ധമായി കൊടുത്തിരിക്കണം എന്നുള്ളതിനെ വ്യക്തമായി കാണിക്കുന്ന ഒരു സിനിമയായിരുന്നു ആ പൊന്മാൻ എന്ന് പറയുന്ന സിനിമ. ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ പറയുന്ന വിവാഹ മാർക്കറ്റിനെതിരായി, മാർക്കറ്റാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ, ഈ വിവാഹ ആർഭാടത്തിനെതിരായി, സ്ത്രീധനത്തിനെതിരായി എന്തുകൊണ്ടൊരു ക്യാമ്പയിൻ നടക്കുന്നില്ല ഇവിടെ? അതെ, അതുപോലെ ആൺകുട്ടികളും ഞങ്ങൾ സ്ത്രീധനം മേടിക്കില്ലെന്ന് അവരും അവരുടെ കുടുംബവും തീരുമാനിക്കണം. എന്റെ തരാനില്ല, എന്റെ കൊച്ചിനെ പറഞ്ഞു വിട്ടേരും, ഞാൻ നോക്കിക്കോളാം, എനിക്ക് ആരോഗ്യമുണ്ട്, എന്റെ കുഞ്ഞിനെ ഞാൻ പോറ്റിക്കോളാം എന്ന് പറയാനുള്ള തന്റെ ഇടം എന്തുകൊണ്ടാണ് രക്ഷിതാക്കൾക്ക് ഇല്ലാതെ പോയി? അത് ഇത്രയും വർഷം ആ കുഞ്ഞിനെ, മീൻസ് ഈ പെണ്ണിനെ കാണാൻ പോലും സമ്മതിക്കാനായിട്ട് ഈ വീട്ടുകാർ ഒരു പരാതിക്ക് പോയിട്ടില്ലെന്നേ. അല്ല, എല്ലാത്തിന്റെ ഉത്തരവാദി ഈ പെൺകുട്ടികളുടെ അച്ഛനും അമ്മമാരാണ്. പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ തന്നെയാണ് ഒരു ഈ പറയുന്ന സ്ത്രീധന പീഡനങ്ങളുടെയും മരണങ്ങളുടെയും ഒക്കെ കാരണക്കാരെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. ഇതേ ഇപ്പം ഈ കഴിഞ്ഞ 6 വർഷങ്ങൾക്ക് മുൻപ് 2019 മാർച്ച് മാസം ഒരു പെൺകുട്ടിയുടെ മരണം, തുഷാര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഭർതൃഗൃഹത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അതിൻ്റെ ശിക്ഷാ നടപടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ പോവുകയാണ്. പ്രതികളായിട്ടുള്ള ചന്തുലാൽ, അതായത് ഈ പെൺകുട്ടിയുടെ തുഷാര എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഭർത്താവ്, അമ്മ ഗീതാലാൽ, പൂയപ്പള്ളി സ്വദേശികളാണ് കൊല്ലം. ഇവരെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. എന്ത് തോന്നുന്നു ശരിക്കും? അതായത് മരണത്തെക്കുറിച്ച് ഏകദേശ ധാരണ ഉണ്ടല്ലോ, എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം. എന്ത് തോന്നുന്നു? ഇത് നിസാർ, ഇപ്പൊ ഈ പറയുന്ന സ്ത്രീധന മരണങ്ങളും സ്ത്രീധന കൊലപാതകങ്ങളും കുറെ നാളായിട്ട് കൂടി വരികയാണ്. അറിയാം, ദിവസവും ഓരോ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് 2-3 മാസങ്ങൾക്ക് മുന്നേ വരെ. അപ്പം പക്ഷെ ഇതിന് അതിൽ നിന്നെല്ലാം വ്യത്യാസമുണ്ട്. അതായത് അതിക്രൂരമെന്ന് പറയാം. അതായത് പട്ടിണിക്കിട്ട് കൊന്നു, എടുത്തു പറയണം, പട്ടിണിക്കിട്ടാണ് ആ പെൺകുട്ടിയെ കൊന്നത്. വിചിത്രമായ ഒരു കൊലപാതകം എന്ന് പറയും. ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കൊലപാതകം. പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊന്ന ഒരു സംഭവം നമുക്ക് അറിയാം. അതും കേരളത്തിൽ, ലോകത്ത് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു. രണ്ടാമത്തെ എങ്ങാണ്ടായിരുന്നു ഈ രീതിയിലുള്ള ഒരു കൊലപാതകം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഈ പട്ടിണിക്കിട്ടത് തീർത്തും അവിചാരിതമായ അല്ലെങ്കിൽ വിചിത്രമായ ഒരു കൊലപാതക രീതി. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അത് നമ്മൾ അതിന്റെ ഡീറ്റെയിലിംഗ് എടുത്തപ്പോൾ നമ്മൾ കണ്ടാണ്. അതായത് ആ പെൺകുട്ടി മരിക്കുന്ന സമയത്ത് അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് വെറും 21 കിലോ. അതായത് ഒരു 7, 8 അല്ലെങ്കിൽ ഒരു 5, 6 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ഭാരം മാത്രം, 21 കിലോ മാത്രമായിട്ട് ഒരു പെൺകുട്ടി, 28 വയസ്സുകാരിയാണ് മരിച്ചത്. ഇപ്പം ഇത് എനിക്കിപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ന്യൂസ് കാണുന്ന, അല്ലെ ഈ ഒരു വാർത്ത കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു സംശയമുണ്ട്. ഇപ്പൊ ഈ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തു, അവൾ അനാഥയൊന്നുമല്ല, അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ കുട്ടിക്ക് 21 വെയിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വർഷത്തോളം അതിനെ പട്ടിണിക്കിട്ട് കാണണമല്ലോ. ഏകദേശം പോട്ടെ, ഒരു 6 മാസം വെള്ളം മാത്രം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. 1 വർഷം എന്നുള്ളത് നമുക്ക് വേണേ മാറ്റി ഒരു 6 മാസം ഈ കുട്ടിയെ പട്ടിണിക്ക് ഇട്ടു എന്ന് തന്നെ കൂട്ടിക്കോ. ഈ 6 മാസം ഈ പെൺകുട്ടിയുടെ വീട്ടുകാര് ഈ പെൺകുട്ടിയെ പറ്റി ഒന്നും അന്വേഷിച്ചു. അവിടെയാണ് ശരിക്കും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുക. ചിലര് ഇൻസ്റ്റാഗ്രാമിൽ ഈ വാർത്ത കണ്ടിട്ട് ചിലര് അസഭ്യമായ ഭാഷ ഒരിക്കലും, പക്ഷെ അതിനെ എനിക്ക് തെറ്റ് പറയാൻ തോന്നിയിട്ടില്ല. കാര്യം അതൊരു അസഭ്യമായ ഭാഷയാണ് എന്ന് തെറ്റ് പറയാൻ തോന്നില്ല. കാര്യം അവർ ചെയ്തത് ഏറ്റവും വലിയ കുറ്റകരമായ പ്രശ്നമാണ്. ഒരു വീട്ടുകാര് സ്വന്തം മകളെ കെട്ടിച്ചയക്കുന്നു, ആ പെൺകുട്ടി അവളുടെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാണെങ്കിൽ ഓക്കെ. കരുനാഗപ്പള്ളി അയണിവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് അതിന്റെ തുളസീധരൻ എന്ന് പറയുന്ന ഒരാളുടെ മകളാണ് ഈ പറയുന്ന കൊല്ലപ്പെട്ട തുഷാര, 28 വയസ്സ്. അപ്പൊ ഈ പെൺകുട്ടി കൊല്ലപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുൻപ് എന്തുകൊണ്ട് ഈ വീട്ടുകാർ തിരക്കിയില്ല എന്ന് പറയുന്ന വലിയൊരു ചോദ്യമാണ് ഇപ്പം വിധി ഉയർത്തിയിരിക്കുന്നത്. ശരിയാണ്, അവര് വിവാഹം കഴിപ്പിച്ചു അയച്ചു കഴിഞ്ഞാൽ അതോടുകൂടി തൻ്റെ ഉത്തരവാദിത്വം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി, ആ സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചു കഴിഞ്ഞാൽ മകളെക്കുറിച്ച് ഞങ്ങളൊന്നും അന്വേഷിക്കേണ്ട എന്ന് പറയുന്ന ഒരു അച്ഛനമ്മമാര്, അതാണ് സത്യത്തിൽ ഈ കുട്ടിയുടെ ദുരവസ്ഥയ്ക്ക് ഏറ്റവും വലിയ കാരണമായി തീർന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതിന്റെ ഇടയിൽ പോലും 2 കുട്ടികളുണ്ട്, ഇവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, അതും 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. അതും മനസ്സിലാക്കണം. ഈ ചന്തുലാൽ എന്ന് പറയുന്ന ഒരാളും ഈ പറയുന്ന ഗീതാലാലും ഇവരെ കുട്ടീനെ നഴ്സറി കൊണ്ടുവിടാൻ ചെല്ലുന്ന സമയത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇവിടെ കുട്ടികളുടെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞത്? അവര് കിടപ്പ് രോഗിയാണെന്ന്. എന്നിട്ട് അമ്മയുടെ പേരിന് പകരം, അതായത് തുഷാര ആണ് അമ്മ, അമ്മയുടെ പേരിന് പകരം ഈ
ഗീതാലാൽ, അതായത് ഇയാളുടെ അമ്മയുടെ പേരാണ് ആ നഴ്സറിയിൽ കൊടുത്തിരുന്നത്. ആ മൊഴി പ്രധാനമായി, കാരണം ഇവർക്കെതിരെ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നതിലും ഈ അംഗനവാടി ടീച്ചറുടെ മൊഴി ഒരു നിർണായകമായിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ. കാരണം ഇപ്പം ഈ സ്ത്രീധന പീഡന പരാതികള് അല്ലെ അങ്ങനെയുള്ള വാർത്തകൾ കുറെ പുറത്തോട്ട് വരുന്നുണ്ട്. അതിനകത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് പറയുന്ന ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ടത്തേനേക്കാളും കുറച്ചുകൂടെ അതായത് ഈ പറയുന്ന പോലെ എന്താ പറയുന്നത്, പെൺകുട്ടികൾ കുറച്ചും കൂടെ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനത്തെ കേസുകൾ പുറത്തോട്ട് വരുന്നത്. അതായത് ഈ സ്ത്രീധന പീഡനം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് പണ്ടുതൊട്ടേ ഉണ്ടായിരുന്നു. പൊതുവെ കൊല്ലം ജില്ലയ്ക്ക് അതിനെക്കുറിച്ചൊരു ഇപ്പൊ അടുത്ത ഇടയിൽ ഇറങ്ങിയ ഒരു സിനിമ തന്നെ പൊന്മാൻ എന്ന് പറയുന്ന സിനിമ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. കൊല്ലം ജില്ലയിൽ ഈ രീതിയിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലെ സ്ത്രീധനം നിർബന്ധമായി കൊടുത്തിരിക്കണം എന്നുള്ളതിനെ വ്യക്തമായി കാണിക്കുന്ന ഒരു സിനിമയായിരുന്നു ആ പൊന്മാൻ എന്ന് പറയുന്ന സിനിമ. ഈ സ്ത്രീധനം ഞാൻ പറയാം 1961 സ്ത്രീധന നിരോധന നിയമം വന്നത്. പക്ഷെ അതിനുശേഷം ഒന്നും സ്ത്രീധനം മേടിക്കലും കൊടുക്കലും വാങ്ങലും ഒന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ 2021 വീണ്ടും ഇതിൽ കുറച്ച് ഭേദഗതിയും കാര്യങ്ങളൊക്കെ വരുത്തി. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. അതായത് ഈ പറയുന്ന പലർക്കും ഇതിനെക്കുറിച്ച് വലിയ അബോധമില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ട്, ഇല്ലേ? പലർക്കും അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ പറയുന്നത് പിന്നെ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയാം, പല പെൺകുട്ടികളും ശബ്ദം ഉയർത്തുന്നുണ്ട്. എനിക്കൊരു ജോലി കിട്ടി, ഞാൻ സ്വന്തം കാലിൽ നിന്നിട്ട് മതി എനിക്ക് കല്യാണം എന്ന് പറയുന്ന പെൺകുട്ടികളുണ്ടെങ്കിലും കുടുംബം മീൻസ് ഫാമിലിയിൽ ഭയങ്കരമായിട്ട് പ്രഷർ, അതായത് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. അതിനകത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോഴും പല വീട്ടുകാരും ചിന്തിക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഒരു 20-23 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികളെ പിന്നെ ചെക്കന്മാരെ കിട്ടാൻ ഭയങ്കര പാടാണ്. അല്ല, ഒരു 25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ചെക്കന്മാരെ കിട്ടാൻ പാടാണ്. പിന്നെ കിട്ടുന്ന കുറച്ച് പ്രായമുള്ളവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വേഗം കല്യാണം, നല്ല കല്യാണം 18 വയസ്സാകുമ്പോഴത്തേക്കും കൊണ്ടുവന്ന് മാട്രിമോണിയലൊക്കെ അങ്ങ് രജിസ്റ്റർ ചെയ്യും. മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു നല്ല കല്യാണാലോചന വരുമ്പോഴത്തേക്കും അപ്പോഴും ചിലപ്പോൾ പെൺകുട്ടി പറയുന്നുണ്ടാവും എനിക്ക് പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടിയിട്ട് മതി എന്നൊക്കെ പറഞ്ഞാലും വീട്ടുകാർ പ്രഷർ ചെയ്ത് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. എന്നിട്ടിപ്പോൾ നമ്മൾ ഈ സ്ത്രീധന പീഡനങ്ങൾ വരുന്ന സമയത്ത് തന്നെ നമ്മളായിട്ട് സ്വാഭാവികമായിട്ടും ചോദിക്കത്തില്ല, ഈ കുട്ടി ഇത്രയും നാൾ ഇത് അനുഭവിച്ചിട്ട് ഇവരുടെ വീട്ടുകാർ അറിഞ്ഞില്ലേ എന്തുകൊണ്ട്? പെൺകുട്ടികൾ പലപ്പോഴും വീട്ടിൽ പരാതി പറയും. ഇപ്പോഴും പല രക്ഷിതാക്കളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഇവര് ഇപ്പോഴത്തെ ഒരു രീതിയും കൂടെ ഉണ്ട്. അത് പറയാം, ഈ സ്ത്രീധനമാണല്ലോ നിരോധിച്ചത്, അതിന് പകരം സമ്മാനം കൊടുക്കൽ എന്ന് പറഞ്ഞൊരു പരിപാടി. സമ്മാനം കൊടുക്കുന്നു, അതും സ്ത്രീധനത്തിൽ വരുന്നത് തന്നെ. ഈ സംഭവം ഇപ്പൊ കല്യാണം കഴിക്കുന്ന സമയത്ത് പറയും ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. പക്ഷെ കല്യാണം കഴിഞ്ഞ് ആ പെൺകുട്ടി അവരുടെ വീട്ടിൽ ചെന്നതിന് ശേഷം ഈ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ്, അതേ കാർ എടുക്കാൻ പോകുന്നു, അല്ലെ വീട് വെക്കാൻ പോകുന്നു, സ്ഥലം മേടിക്കാൻ പോകുന്നു, അങ്ങനെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് പൈസ മേടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഈ വീട്ടുകാരെന്ത്, ഇപ്പൊ എത്ര വലിയ മോഡേൺ ചിന്താഗതിയുള്ള പേരൻസ് ആണേ പോലും അവരപ്പം ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? അവർ ചിന്തിക്കുന്ന ഇതങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മോളുടെ ജീവിതം സന്തോഷമാവുമല്ലോ, ഇതുകൂടെ അങ്ങ് കൊടുത്താൽ അല്ലേ എല്ലാവർക്കും ഉള്ളതല്ലേ, കൊടുത്തേക്കാൻ കൊടുത്തേക്കാൻ. ഇവരിങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും, അവരിങ്ങനെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഇതും സ്ത്രീധനത്തിൽ പെടുന്നതാണെന്ന് പെൺകുട്ടികൾക്ക് അറിയത്തില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് പറയുന്നത്. പെൺകുട്ടികൾ ഇപ്പം നീ പറഞ്ഞ പോലെ ഇവിടെ വലിയ സംഭവങ്ങൾ നടക്കുന്നു. അതായത് പെൺകുട്ടികൾ ഇൻഡിപെൻഡൻ്റായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, പെൺകുട്ടികൾ ഇൻഡിപെൻഡൻസി പിന്നെ അവരുടെ ഇഷ്ടപ്പെട്ട ഒരാളെ ചൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇതിലൊന്നും പെടാതെ വിവാഹം കഴിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നു. സ്ത്രീധനം ഇല്ലാതെ എന്നെ കെട്ടുന്നവൻ കെട്ടിയാൽ മതി എന്നൊരു തീരുമാനം എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് എടുക്കാൻ കഴിയുന്നില്ല? ഇത്രയേറെ വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, ഇങ്ങനെയൊക്കെ വന്നിട്ട് പോലും ഈ സാമൂഹ്യ വ്യവസ്ഥിതിയിലൂടെ എന്തുകൊണ്ട് സ്ത്രീകൾ സഞ്ചരിക്കുന്നു? അതല്ലേ ഒരു വലിയ പ്രശ്നം. അത് കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന എനിക്ക് സ്ത്രീധനം, അതായത് ഞാൻ സ്ത്രീധനം മേടിക്കാതെ കിട്ടുന്നുള്ളൂ, അല്ല എന്നെ സ്ത്രീധനം ചോദിച്ചു വരുന്നവൻ കല്യാണം കഴിക്കണ്ട എന്ന് പെൺകുട്ടികൾ മാത്രം തീരുമാനിച്ച പോലെ ഓരോ വീട്ടിലെ ഓരോ ആൺകുട്ടിയും തീരുമാനിക്കണം. എന്റെ വീട്ടുകാർ പറഞ്ഞാൽ അങ്ങനെ തീരുമാനിക്കുന്ന എത്രയോ ആൺകുട്ടികളുണ്ട്. ജനറലൈസ് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം പുരുഷന്മാരിൽ പലർക്കും ഇന്ന് ഈ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു സംഭവത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. എങ്കിലും വിവാഹ വേദിയിലേക്ക് ചെന്നിരിക്കുന്ന സമയത്ത് ആ പെണ്ണിൻ്റെ വീട്ടുകാർ തന്നെയാണ് പറയുന്നത്. പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പലരുടെയും കുടുംബങ്ങളുമായി അടുത്ത് ഇടപഴകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അവിടെ ചെന്നിരിക്കുന്ന സമയത്ത് പെണ്ണിൻ്റെ വീട്ടുകാർ എൻ്റെ ആഢ്യത്വം ഇത്രത്തോളം ഉണ്ട്, ഞാൻ വലിയ സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോൾക്ക് ഞാൻ 100 പവൻ സ്വർണം കൊടുക്കുന്നു, എൻ്റെ മരുമകന് വേണ്ടി ഞാനൊരു കാറ് വാങ്ങി കൊടുക്കാൻ പോകുന്നു എന്ന് അങ്ങോട്ട് പറയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അതൊരു തെറ്റാണ്.
നമുക്കറിയാം ഈ പിന്നെ പത്തനംതിട്ട ഭാഗങ്ങളിൽ എടുത്ത സമയത്ത് ഒരു വിവാഹത്തിന് വേണ്ടി മാറ്റി വെച്ചിരുന്ന തുക എടുത്തിട്ട് അവിടെ ജവഹർ അല്ല നമ്മുടെ ഒരു മറ്റേ മഹാത്മാ അത് തന്നെ അങ്ങനെ ജനസേവന കേന്ദ്രത്തിന് വീട് വെച്ച് കൊടുക്കുന്നു, അതെ കെട്ടിടം വെച്ച് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഇതൊക്കെയല്ലേ ശരിക്കും ചെയ്യേണ്ടിയിരുന്നു. ഇപ്പം നമുക്ക് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന MLA അല്ല MP, അദ്ദേഹത്തിന്റെ വിവാഹം നടത്തിയ സമയത്ത് ആർഭാടം ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം പാവപ്പെട്ട കുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കാൻ കൂടി അദ്ദേഹം അത് തുക ചെലവഴിച്ചു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് ഈ പറയുന്ന പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു വലിയ ചോദ്യമില്ലേ? അതുകൊണ്ടല്ലേ ഈ പുരുഷന്മാര് അല്ലെങ്കിൽ ആൺകുട്ടികൾ അങ്ങനെ ഇത് തുറക്കാൻ പറ്റിയ സ്ഥലമാണ്, നനഞ്ഞിടമാണ്, ഞാൻ തുറന്നുകൊണ്ടേ ഇരിക്കാം എന്ന് ചിന്തിക്കുന്നതിന് കാരണം അതല്ലേ? ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ എടാ മോനെ നിനക്ക് എന്റെ മോളെ സേവനം മേടിക്കാൻ കെട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഏതെങ്കിലും രക്ഷിതാക്കൾ ചോദിച്ചിട്ടുണ്ടോ? അതാണ് പറഞ്ഞത്. ഇപ്പൊ ഈ പറയുന്ന പോലെ കല്യാണാലോചന കൊള്ളാം. അപ്പം അവന്റെ സ്റ്റാറ്റസിന് ഇപ്പൊ അവൻ ജോലിയാണല്ലോ മെയിനായിട്ട് സ്റ്റാറ്റസ് എന്നുള്ള രീതി നോക്കുന്നത്. അപ്പൊ അവന്റെ ജോലിക്ക് അനുസരിച്ച് ഞങ്ങൾ ഇത്രയും കൊടുത്തേക്കാം, ഇത്രയും കൊടുത്തെങ്കിലേ അതാണ് പുരുഷന്മാരെ അടമന്റായിട്ട് കുറ്റം പറയുന്നതിന് പകരം പെൺകുട്ടികളുടെ വീട്ടുകാർക്കാണ് ആ പ്രശ്നമുള്ളത്. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കല്യാണമല്ല നടക്കുന്നത്, കാർണിവലാണ് നടക്കുന്നത്. അല്ലേ? ഭക്ഷണം ഭക്ഷണം അവിടെ ഒരു വൈകുന്നേരം എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കല്യാണത്തിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട കല്യാണമായിരിക്കണം ഞാൻ നടത്തുന്നത്. അപ്പൊ അവിടെ 10 കൂട്ടം കറികളാണ് സദ്യക്ക് വിളമ്പിയെങ്കിൽ ഞാൻ 20 കൂട്ടം വിളമ്പും. അല്ലെ? അവിടെ 2 പായസമാണ് കൊടുത്തതെങ്കിൽ ഞാൻ 4 പായസം എന്റെ പന്തിയിൽ വിളമ്പും. ഈ മത്സര ബുദ്ധിയാണ് പലപ്പോഴും പ്രശ്നമാകുന്നത്. പിന്നെ തന്നെയുമല്ല, ചില പ്രതീക്ഷകളാണ്. ഈ ആണുങ്ങൾ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ അവരുടെ ചില പ്രതീക്ഷകളുണ്ട്. അതായത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന പണവും സ്വർണവും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്ന ഒരു വിഭാഗം വേറെയുമുണ്ട്. അതും നമ്മൾ തിരിച്ചറിയണം. അത്തരക്കാരിലേക്ക് പെൺകുട്ടികളെ അതാണല്ലോ ഇപ്പൊ ഈ പറയുന്ന തുഷാര എന്ന് പറയുന്ന പെൺകുട്ടിക്ക് സംഭവിച്ചതും വിസ്മയക്ക് സംഭവിച്ചതും ഉത്തരയ്ക്ക് സംഭവിച്ചതും ഒക്കെ അതാണ്. അവരുടെ പിന്നിലുള്ള ലക്ഷ്യം എന്തായിരുന്നു? പണം മാത്രമായിരുന്നു. അല്ലെങ്കിൽ അവർ എന്തോ മുന്നിൽ അവരുടെ ഭാവി പടുത്തുയർത്താൻ വേണ്ടി ഈ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടിയുടെ സ്വത്ത് മാത്രം ലക്ഷ്യം വെച്ച് പോയതുകൊണ്ടാണ് ഈ കൊലപാതകങ്ങൾ നടന്നത്. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് വോയിസ് ഇല്ലായിരുന്നു. ശരിയല്ലേ? പെൺകുട്ടികൾക്ക് ഇപ്പോ എനിക്ക് തോന്നുന്നു വിസ്മയുടെ കാര്യം തന്നെ നമ്മൾ അവസാനം കുറെ ഓഡിയോ പുറത്തോട്ട് വന്ന സമയത്ത് വിസ്മയ പറയുന്നുണ്ട് എനിക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല, എന്നെ അച്ഛൻ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഡിയോ ഒക്കെ പുറത്തു വന്നു. അപ്പോഴും എങ്ങനെങ്കിലും അവിടെ പിടിച്ചു നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെ കേസുകൾ വന്നിട്ട് ഒന്ന് ആലോചിക്കണം, നമ്മുടെ മക്കളാണ് ഇല്ലാതാവുന്നതെന്ന് ഓരോ രക്ഷിതാക്കളും ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇപ്പൊ ഈ പെൺകുട്ടിയുടെ മരണം തന്നെ ഈ അവസാനം പോയിട്ട് കുട്ടി മരിച്ചു എന്ന് പറയുന്ന ഏതോ ഒരു ഓട്ടോക്കാരൻ വന്ന് പറഞ്ഞപ്പോഴാണ് അത്ര അറിയുന്നത് സ്വന്തം മകള് മരിച്ചു. അന്നേരം വന്ന് ആശുപത്രി വന്നിട്ട് എന്തിനു കരഞ്ഞിട്ട് എന്താണ് കാര്യം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവരെ കൂടെ പ്രതി ചേർക്കേണ്ടതാണ്. അതായത് തുളസീധരൻ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ അച്ഛനെയും അവരുടെ അമ്മയെയും കൂടി ഇതിനകത്ത് പ്രതി ചേർക്കണം. കഴിഞ്ഞ 1 വർഷമായി തൻ്റെ മകളെ അവിടെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു, പീഡിപ്പിക്കുകയായിരുന്നു. പല നിലവിളികളും ഒച്ചപ്പാടും എല്ലാം നാട്ടുകാർ കേട്ടിട്ടുണ്ട്. അത് ആഭിചാര ക്രിയകൾ നടക്കുന്നുണ്ടോ എന്ന് പോലും പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള പീഡനം ആ കുട്ടിക്ക് നേരിട്ടപ്പോൾ ഈ പറയുന്ന അച്ഛനും അമ്മയും ഉത്തരവാദികളാണ്. ഈ സ്ത്രീധന മരണങ്ങളുടെ പിന്നിൽ സ്ത്രീധന മരണങ്ങൾ സംഭവിക്കുന്നെങ്കിൽ അതിന് ഈ പറയുന്ന പോലെ അച്ഛനമ്മമാർ ഉത്തരവാദികളാണ്. വിസ്മയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ പോലെ വീട്ടിൽ വിളിച്ച് പറയുമ്പോൾ മോളെ പിടിച്ചു നിക്ക്, നീ അവിടെ പിടിച്ചു നിക്ക് എന്ന് പറയുന്നതിനപ്പുറം നീ ഇങ്ങി പോരെ എന്നൊരു വാക്ക് പറയാൻ എന്തുകൊണ്ട് ഈ അച്ഛനും അമ്മയ്ക്കും കഴിയുന്നില്ല? ഇത് ഞാൻ ചോദിക്കുന്നതാണ്. ഞാൻ ഈ പറയുന്നത് അവനേ ഉള്ളൂ ഈ ലോകത്ത്. ഇപ്പൊ ഒരു കല്യാണം കഴിച്ചു കൊടുത്ത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇപ്പൊ അവിടെ ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. അതായത് ഒരു കല്യാണം ഇപ്പൊ ഒരു സ്വാഭാവികമായ കാര്യമാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഡിവോഴ്സും ഒരു സ്വാഭാവികമായ കാര്യമാണെന്ന് മനസ്സിലാക്കണം. അതായത് രക്ഷകർത്താക്കൾ, ഓരോ മക്കളുടെ രക്ഷകർത്താക്കൾ അത് മനസ്സിലാക്കണം. അവിടെ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ കൂട്ടിക്കൊണ്ട് വരിക. വെറുതെ അവരുടെ ജീവൻ കളയണ്ടല്ലോ. ഈ മാനാഭിമാനത്തെക്കാളും വലുതാണ് ഒരു മനുഷ്യന്റെ ജീവൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പറയുന്ന 28 വയസ്സുള്ള ഒരു പെണ്ണ് മരിച്ചു, തുഷാര മരിച്ചു. ഇനി എത്ര കാലം ജീവിക്കേണ്ട? 2 പെൺകുട്ടികളുടെ അമ്മയാണ്. ഒരമ്മയ്ക്ക് ചെയ്യാൻ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരണ്ടേ? ആ കുഞ്ഞുങ്ങളെ വളർത്താൻ ഒരു അമ്മ എന്തായാലും ആവശ്യമാണല്ലോ, ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരാൻ. ഈ അതോടൊപ്പം തന്നെ അതിന് എത്രയോ കാലം ജീവിക്കേണ്ടിയിരുന്ന ഇപ്പൊ ഈ പറയുന്ന ഈ 2 പെൺകുട്ടികളുടെ അമ്മ മരിച്ചു, അച്ഛനും അച്ഛമ്മേതേ ഇപ്പം എന്താണ് അവരുടെ അവസ്ഥ നമുക്ക് കാണാം. ആ കുട്ടികൾക്ക് ഇനി ആരുണ്ട്? അവരെങ്ങനെ ജീവിക്കും? അവരാരുമില്ല. വേറൊരു കാര്യമുണ്ട്, ഇത് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതം അനാഥമായി എന്ന് പറയുന്നതാണ് സത്യം. കാര്യം അച്ഛൻ അമ്മയെ കൊന്നു. ആ കൂട്ടുപ്രതിയായിട്ട് മുത്തശ്ശിയുണ്ട്. ആ മുത്തശ്ശി കൂട്ടുപ്രതിയായിട്ട് ജയിലിലേക്ക് പോകുന്നു.
അപ്പോൾ ഈ കുഞ്ഞ് ഫലത്തിൽ ഒരാളെ വധിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ ഇല്ലാതാക്കുമ്പോൾ അവിടെ കുഞ്ഞ് ടെക്നിക്കലി അനാഥമായി. കാര്യം അച്ഛനും ഇല്ല അമ്മയും ഇല്ല. ഈ പറയുന്ന മുത്തശ്ശൻ ഇനി എത്ര കാലം ജീവിച്ചിരിക്കും എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ വേണം ഇനി. ഏത് മുത്തശ്ശനും മുത്തശ്ശിയും? ഈ പറയുന്ന തുഷാരയുടെ അച്ഛനും അമ്മയും വേണം ഇനി കുഞ്ഞുങ്ങളെ പോറ്റാൻ. ഇനി അവര് ഈ പറയുന്ന നല്ല രീതിക്കല്ല ജീവിക്കുന്നതെന്ന് വെച്ചോ, ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ. ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും നോക്കുന്ന പോലെ ഒരു കുഞ്ഞിനെ നോക്കാൻ ഏതെങ്കിലും ഒരു മുത്തശ്ശനോ മുത്തശ്ശിക്കോ കഴിയുമോ? അല്ലെങ്കിൽ അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. ഇതിപ്പോ 2 ലക്ഷം രൂപയാണ് സ്ത്രീധനം കൊടുത്ത് 2 ലക്ഷം രൂപ കുറഞ്ഞു പോയി. ആ 2 ലക്ഷം രൂപ കൊടുക്കാത്തതിന്റെ പേരിലാണ് ഈ കുട്ടിയെ പട്ടിണിക്കിട്ട് വന്നത്. അപ്പൊ ആ 2 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അവര് എത്ര നിർധനരായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, അവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. നല്ല പറയുന്ന പോലെ ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആയ ഒരു ഫാമിലി ആണെങ്കിൽ മാത്രമേ ഈ 2 പെൺകുഞ്ഞുങ്ങളെ കൂടെ ഏറ്റെടുത്ത് വളർത്താൻ കഴിയൂ. വളർത്തിക്കൊണ്ട് പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ ആ ഒരു ജീവിതാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് പെൺകുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ തന്നെ ടെൻഷൻ പിടിച്ചൊരു ഏർപ്പാടാണ്. ഇന്നത്തെ സമൂഹം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന പോലെ ലഹരി മരുന്നുകളുടെ അടിമയായിട്ടുള്ളവരും അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്രമാതീതമായ കടന്നുവരവ്, ക്രമാതീതം എന്ന് തന്നെ പറയുന്നതാണ് ശരി. അതുകൂടെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പുറത്ത് ഒരു കടയിലേക്ക് പെൺകുഞ്ഞുങ്ങളെ പറഞ്ഞു വിടാൻ നമുക്ക് ഭയമാണ്. പെണ്ണല്ല ആണായിരുന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് പറഞ്ഞു വിടാൻ നമുക്ക് ഭയമാണ്. ഈ സാഹചര്യത്തിൽ ഈ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരും? സ്വന്തം അച്ഛൻ റേപ്പ് കേസി പ്രതിയാവുന്ന, മകളെ റേപ്പ് ചെയ്തതിന്റെ പേരിൽ സ്വന്തം അച്ഛൻ പോലും പിടിക്കപ്പെടുന്ന നാടാണ് നമ്മുടെ കേരളം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നാണം കെട്ട് തരംതാണ് പൊയ്ക്കൊണ്ടിരിക്കുക. ഈ സാഹചര്യത്തിൽ ഈ പെൺകുഞ്ഞുങ്ങളുടെ ഇനിയുള്ള ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിന്റെ എല്ലാം അടിസ്ഥാനം 2 ലക്ഷം രൂപയാണ്. വെറും 2 ലക്ഷം രൂപ സ്ത്രീധനം. ഇത് നമ്മളുടെ ഇനിയുള്ള തലമുറയെങ്കിലും, അല്ലെങ്കിൽ ഇനിയും വരുന്ന, എനിക്ക് പുരുഷന്മാരോടാണ് കൂടുതൽ പറയാനുള്ളത്. കാര്യം ഇനിയും വരുന്ന വിവാഹിതരാകാൻ ശ്രമിക്കുന്ന ആൺകുട്ടികളുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കണം, ഞാൻ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാവണം. മറ്റൊരാളുടെ കീശയിൽ കിടക്കുന്ന പണം എടുത്ത് എനിക്ക് വലുതാവാൻ വേണ്ടിയിട്ടാണോ ഞാൻ വിവാഹം കഴിക്കുന്നത് എന്നൊരു ചോദ്യം എല്ലാ പുരുഷന്മാരും, എല്ലാ ആൺകുട്ടികളും സ്വയമേവ ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട. ഈ ഒരു സംഭവമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകൾക്ക് ഈ സ്ത്രീധന പരാതി അല്ല, ഇപ്പം ചിലപ്പോൾ ശാരീരിക പീഡനമൊന്നും ആയിരിക്കത്തില്ല. ഈ സ്ത്രീധന പീഡനം എന്ന് ചോദിക്കും എല്ലാവരും അടിയും പിടി ഇടിയും നിന്ന് അല്ല, ഈ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടും വൈകാരികവുമായിട്ടുള്ള പീഡനമാണ് ശരിക്കും ഓൾമോസ്റ്റ് ഏറെക്കുറെ സ്ത്രീധനം. അപ്പൊ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല പെൺകുട്ടികൾക്കും ഇത് എവിടെ പരാതിപ്പെടണം, എങ്ങനെ പരാതിപ്പെടണം, അല്ലെങ്കിൽ ഞങ്ങൾ പരാതിപ്പെട്ട ഇവരെ അറിഞ്ഞ് ഞങ്ങളെ ഒന്നുകൂടി ഉപദ്രവിക്കുമോ എന്നൊക്കെയുള്ള പേടിയുണ്ട്. പക്ഷേ ഈ പറയുന്ന ശിശുക്ഷേമ ായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പഞ്ചായത്തുകളിലും സ്ത്രീധനത്തിനെതിരെ നമുക്ക് സ്ത്രീധന പീഡനം നേരിട്ടിട്ടുണ്ടെങ്കിൽ പരാതി കൊടുക്കാൻ സെല്ലുകളുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും അദാലത്തുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ പറയുന്ന നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് രഹസ്യമായിട്ട് അന്വേഷിക്കും. അതായത് അങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് രഹസ്യമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാന്യമായ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ഒച്ചയും വിളിയും ബഹളവും ഒന്നും ഇല്ലാതെ, ഒരു നാണക്കേടും ഇല്ലാതെ പരിഹാരം കാണാനും സ്വന്തം കുടുംബത്തിലോട്ട് തിരിച്ചു പോകേണ്ടവർക്ക് പോകാനും ചിലർ പെട്ട് കിടക്കുന്നവരുണ്ടാവും. ഇപ്പൊ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ അതാ സംഭവിച്ചത്. അങ്ങനെ കിടക്കുന്നവർക്ക് പോലും, അങ്ങനെ പെട്ട് പോകുന്നവർക്ക് വരെയും പരാതിപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട് നമുക്ക്. പക്ഷെ അതിനെക്കുറിച്ച് പലപ്പോഴും കുറെയൊക്കെ ഈ സർക്കാർ സംവിധാനങ്ങൾ പുറത്തോട്ട് ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇറക്കാറുണ്ട്. പിന്നെ കോളേജ് സ്കൂളുകളിലൊക്കെ ഇങ്ങനെ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ അവബോധം ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ പല പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ഇന്ന് പല സ്ത്രീകൾക്കും അറിയില്ല ഇതിനെക്കുറിച്ച്. എങ്ങനെ ഞങ്ങൾ ഇത് ആരോടെങ്കിലും പേടിയാണ്, അയ്യോ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഉപദ്രവിക്കുമോ, ഞങ്ങളുടെ നാളത്തെ അവസ്ഥ എന്താ. പിന്നെ പലരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ വിചാരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവും. അയ്യോ എൻ്റെ മക്കൾക്ക് അച്ഛനില്ലാതാവുമല്ലോ, അല്ലെ അച്ഛൻ്റെ കുടുംബം ഇല്ലാതായി പോവും, ഞാനിങ്ങനെ പരാതിയൊക്കെ ആയിട്ട്, അതുകൊണ്ട് ഞാൻ അങ്ങ് സഹിച്ചേക്കാം, ഞാനിങ്ങനെ ജീവിച്ചേക്കാം എന്ന് കരുതുന്ന ഒരു സെക്ഷൻ സ്ത്രീകൾ അങ്ങനെയും പോകുന്നുണ്ട്. അപ്പോഴും ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത്, അപ്പോഴും ഈ സ്ത്രീധനം എന്ന് പറയുന്ന സംവിധാനത്തിന് ഇവിടെ ഒരു ഒടുക്കം വരുന്നില്ല. അല്ലെങ്കിൽ ഈ സ്ത്രീധനം മേടിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സംവിധാനങ്ങൾക്കൊരു മാറ്റം വരുന്നില്ല. ഇപ്പൊ ഈ പറയുന്ന സർക്കാരിന്റെ സംവിധാനമാണ് സ്ത്രീധന നിരോധനം എന്ന് പറയുന്നത്. എന്നിട്ട് ഈ പറയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെയാണ്
എന്താ വിസ്മയ കൊലക്കേസിലും പ്രതി പ്രതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും ഇതിനകത്തുണ്ട്, സ്ത്രീധനം മേടിക്കുന്നുമുണ്ട്, കൊടുക്കുന്നുമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇത് ശരിക്കും ഇത് എവിടെയാണ് നമ്മളിത് തിരുത്തുക? അതൊരു വലിയ ചോദ്യമാണ്. നമ്മളിത് എവിടെ തിരുത്തും? നമ്മളിത് എന്ത് ചെയ്യും? ഇപ്പൊ പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം, ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, അത് പുതിയ ജനറേഷനിൽ പല പെൺകുട്ടികളും ഇല്ല, എന്നെ സ്ത്രീധനം ചോദിച്ചു വരുന്നവൻ കെട്ടണ്ട എന്നുള്ള നിലപാടെടുക്കുന്ന പെൺകുട്ടികളുണ്ട്. അതേപോലെ സ്ത്രീധനം മാത്രമാണ് അത്തരത്തിൽ തീരുമാനം. 10% അതിൽ കൂടുതലൊന്നും എനിക്ക് തോന്നുന്നില്ല. സ്ത്രീധനം സത്യമാണ് പറഞ്ഞത്. കാരണം ഞാൻ പെൺകുട്ടികളെ അടവൻ്റായിട്ട് അങ്ങ് കുറ്റം പറയുന്നില്ല. പക്ഷേ എനിക്ക് പരിചയമുള്ള ഒരാളെ, മീൻസ് എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരു പെൺകുട്ടിയുടെ കല്യാണം വന്ന സമയത്ത്, അതായത് കല്യാണം വന്ന സമയത്ത് ആ പെൺകുട്ടി എനിക്ക് 35 പവന്റെ സ്വർണം വേണം. അവള് തന്നെ എനിക്ക് 35 പവന്റെ സ്വർണം വേണം. എന്നിട്ട് അവർ അച്ഛൻ അത്ര വലിയ മീൻസ് ഗൾഫിലാണ്, പക്ഷെ അത്രയും പൈസ, കാരണം ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില അറിയാലോ. പക്ഷെ എനിക്ക് 35 പവൻ വേണം, എനിക്ക് 10 വിരലിലും 10 മോതിരം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച സംഭവം എനിക്കറിയാം വ്യക്തിപരമായിട്ട്. മീൻസ് ആ പയ്യന്റെ വീട്ടുകാർ അങ്ങനെ സ്ത്രീധനം ഒന്നും ചോദിച്ചു വന്നല്ല, പക്ഷെ ഈ പെൺകുട്ടി വാശി പിടിച്ച് ആ വാശിപ്പുറത്ത് നിന്നു. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ ആൺകുട്ടികളും അങ്ങനെ കുറെ, എനിക്കൊന്ന് ഒരു വിഭാഗം ആൺകുട്ടികൾ, എല്ലാവരും അങ്ങനെയൊന്നും പറയുന്നില്ല, അത്യാവശ്യം ഇപ്പോഴത്തെ ആൺകുട്ടികൾ എനിക്ക് സ്ത്രീധനം വേണ്ട, പെൺകുട്ടിയെ മാത്രം മതി എന്ന് പറയുന്ന ഒരു അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ആൺകുട്ടികൾ സ്വയമേവ ചോദിക്കണം, ഞാൻ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്നൊരു ചോദ്യം വലുതാണ്. ഞാൻ സ്ത്രീധനം വാങ്ങിക്കൊണ്ട് എൻ്റെ കടങ്ങൾ വീട്ടാനോ, അല്ലെങ്കിൽ എനിക്ക് പുതിയ കാറ് വാങ്ങാനോ, എനിക്ക് വീട് വെക്കാനോ ഒക്കെ വേണ്ടിയിട്ടാണോ ഞാൻ വിവാഹം കഴിക്കുന്നത്? അതോ എനിക്ക് ഒരു എനിക്കൊരു പാർട്ട്ണർ ഉണ്ടാവണം, എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണോ വിവാഹം കഴിക്കുന്നത്? ഈ ഒരു ചോദിച്ചിട്ട് അവരതിനൊരു ഉത്തരം കണ്ടെത്തണം. എനിക്ക് സ്വർണവും പണവും വാങ്ങിക്കൊണ്ട് എൻ്റെ വീടുണ്ടാക്കണം, എനിക്ക് കാറ് വാങ്ങണം, അല്ലെങ്കിൽ എനിക്ക് ബൈക്ക് ലക്ഷൂറിയസ് ലൈഫ് കണ്ടിന്യൂ ചെയ്യണം എന്ന് താല്പര്യമുള്ളവർ കെട്ടണ്ടാന്നേ. അവർ പോയി പിന്നെ ജോലി എടുത്തിട്ട് അവർ ബാങ്ക് ലോൺ എടുത്തിട്ട് ഈ സാധനമൊക്കെ എടുക്ക്. അല്ലേ, എനിക്ക് ഫാമിലി വേണമെന്നും, എന്നെ സംരക്ഷിക്കാനും എനിക്ക് സംരക്ഷിക്കാനും ഒരാൾ വേണമെന്നും, എനിക്കൊരു കുഞ്ഞുണ്ടാവണമെന്നും ആഗ്രഹമുള്ളവർ മാത്രം കിട്ടിയാൽ മതി. പിന്നെ ഈ സ്ത്രീധനം മേടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സാഹചര്യത്തിൽ എല്ലാവരും അവിടെ പോയിട്ട് അവിടെ ഭയങ്കര കല്യാണമായിരുന്നു ഇങ്ങനെ പറയുന്നത്, എന്തൊരു കല്യാണമായിരുന്നു, ഇത്ര പവനാ കൊടുത്ത്. ഇതിന് പകരം ആ കൊടുത്ത പവന്റെ കണക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ? സ്ത്രീധന നിരോധന പ്രകാരം പരാതിപ്പെടാനുള്ള ചങ്കൂറ്റമുണ്ടോ ഈ നാട്ടുകാർക്ക്? ഒരാള് പരാതിപ്പെടുത്തില്ല. ഇവിടെ ലക്ഷക്കണക്കിന് രൂപ അല്ല കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണം ഒഴുക്കി മാലയൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന സമയത്ത് അതിനെ ഭയങ്കര ഭംഗിയുള്ള കല്യാണം അല്ലെങ്കിൽ വലിയ കല്യാണം എന്ന് വിശേഷിപ്പിക്കുന്നതിനപ്പുറം ഇത് ആ കൊച്ചിന്റെ നാളെ ആ കൊച്ചിനുണ്ടാകുന്നതിനെ കുറിച്ച്, ഈ പിന്നെ ഉണ്ടാകുമ്പോൾ ദുരന്തത്തെ കുറിച്ച് ഇവരാരെങ്കിലും ബോധവാന്മാരാണോ? ആരും ബോധവാന്മാരില്ല, ആരും ചിന്തിക്കുന്ന പോലും ഇല്ല. എല്ലാവർക്കും ഇതൊക്കെ ഈ കൺമുമ്പിൽ ഇങ്ങനെ കണ്ട് രസിക്കാൻ ഭയങ്കര ഇഷ്ടം. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ, അതായത് ഈ സ്ത്രീധന പീഡനമൊക്കെ നടന്ന ഒരു പെൺകുട്ടിയുടെ മരണമൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനൊരു കേസുകൾ പുറത്തോട്ട് വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വന്ന് കിടന്ന് കമൻറ്റുകളിൽ അങ്ങ് കരച്ചിലാണ്. അപ്പോൾ എന്തുകൊണ്ട് അതിനു മുന്നേ, അതായത് ഈ പെൺകുട്ടികൾ ഇങ്ങനെ പീഡനത്തിന് ഇരയാകുന്നുണ്ടെന്ന് പെടുന്നുണ്ട്. ഇപ്പൊ പലപ്പോഴും അയൽപക്കക്കാരുടെ മൊഴികളാണ് പല കേസുകളിലും പ്രധാനമായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അന്നേരം സംരക്ഷണത്തിന് സോഷ്യൽ മീഡിയയില്ല, എന്താ പറയാ, സമൂഹവും ഇല്ല, സർക്കാരും ഇല്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അതെ, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു പോയിന്റാണ് നീ പറഞ്ഞത്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന കാര്യത്തിൽ ജസ്റ്റിസ് ഫോർ തുഷാര, അല്ലെങ്കിൽ ജസ്റ്റിസ് ഫോർ വിസ്മയ, ജസ്റ്റിസ് ഫോർ ഉത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വലിയ വായിലെ ഇവിടെ ഗീർവാണം അടിക്കുന്ന സോഷ്യൽ മീഡിയ ഒരുപാട് ആക്ടിവിസ്റ്റുകളുണ്ട്. സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ അല്ല, സോഷ്യൽ ആക്ടിവിസ്റ്റുകളല്ല, സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ. ഇങ്ങനെ കുറേയധികം ആൾക്കാരുണ്ട്. പക്ഷെ ഇവരൊക്കെ എന്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നില്ല? ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ പറയുന്ന വിവാഹ മാർക്കറ്റാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ. ഈ വിവാഹ ആർഭാടത്തിനെതിരായി, സ്ത്രീധനത്തിനെതിരായി എന്തുകൊണ്ടൊരു ക്യാമ്പയിൻ നടക്കുന്നില്ല ഇവിടെ? കുറെ ഏതെങ്കിലും 1-2 വീഡിയോ ചെയ്തിട്ടു എന്ന് പറഞ്ഞിട്ട് അതൊരു ക്യാമ്പയിൻ ഇല്ല. എന്തുകൊണ്ടൊരു ഗ്രൂപ്പ് ഇവിടെ ഫോം ചെയ്യുന്നില്ല? ഇവിടെ നമുക്കറിയാം, സ്ത്രീകൾക്കെതിരെ പീഡനം നടക്കുന്നത് തടയാൻ വേണ്ടി ഇവിടെ വനിതാ വേദികളുണ്ട്, സഖിയടക്കമുള്ള NGO-കളുണ്ട് ഇവിടെ. ചേട്ടൻ സോഷ്യൽ മീഡിയ നിരന്തരം ഉപയോഗിക്കുന്ന ഒരാളാണ്.
കാതോർത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. എത്ര പേർക്കറിയാം? അറിയത്തില്ല, എനിക്ക് പോലും അറിയില്ല. എന്താണ് ഈ കാതോർത്ത് എന്ന് പറയുന്ന സംഭവം എന്ന് ആർക്കും അറിയത്തില്ല. കാരണം അത് ആ കാതോർത്ത് എന്ന് പറയുന്ന പദ്ധതി അല്ലെ ആ ഒരു സംവിധാനത്തും ഈ ഒരു തുഷാര കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ പെൺകുട്ടികൾ, അതായത് പുറത്തിറങ്ങിപ്പോയി തങ്ങൾ അനുഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പീഡനം, സ്ത്രീധന പീഡനം അല്ല, ഗാർഹിക പീഡനം എന്തും ആയിക്കോട്ടെ, സ്വന്തം വീടിനകത്തല്ല അവൾ നിൽക്കുന്നിടത്ത് അവൾ പുറത്തു പോകാൻ പറ്റുന്നില്ല, ഏതെങ്കിലും രീതിയിൽ ബ്ലോക്കായി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ലോക്കായിട്ട് കിടക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് അവർക്ക് പരാതി തരാൻ പുറത്തോട്ട് വരാൻ പറ്റാത്തവർക്ക് പരാതിപ്പെടാനുള്ള ഒരു സംവിധാനമാണ് കാതോർത്തെന്ന് പറയുന്നത്. അതിനായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് അല്ല, മീൻസ് എന്താ പറയുന്നത്, നമുക്ക് പോസ്റ്റൽ വഴിയോ എങ്ങനെ വേണമെങ്കിലും അറിയിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മെസ്സേജിൽ കൂടെ വരെ അതിനകത്തൂടെ പരാതി അയക്കും. എത്ര പേർക്ക് ഇതിനെ പറ്റി അറിയാം? സോഷ്യൽ മീഡിയയിൽ ഇത്രയും പ്രസംഗിക്കുന്നവര് എന്നെങ്കിലും അതിനെക്കുറിച്ച് ഒരു സൂചനകളോ ഒരു പോസ്റ്റോ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് സഹായമായിട്ട് കൊടുത്തിട്ടുണ്ടോ? കുറെ ഹീറോയിസം കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ ഒരു മ്യൂസിക് വിട്ട് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി കുറെ സാധനങ്ങൾ ഉണ്ടാക്കുന്നതല്ലാതെ ഇവിടെ പുരുഷന്മാർക്ക് വേണ്ടി സംഘടനയുണ്ട്. എന്തുകൊണ്ടാണ് സ്ത്രീധനം വേണ്ട എന്ന് പറയുന്നവരുടെ ഒരു സംഘടന ഉണ്ടാകാത്തത്? അല്ലെങ്കിൽ എൻ്റെ മകളെ സംരക്ഷിക്കാൻ പോകുന്ന ഒരുത്തനാണോ അത് എന്നന്വേഷിക്കാതെ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ ഏതെങ്കിലും UK പോയിട്ടുള്ള ഒരുത്തനോ അല്ലെങ്കിൽ എബ്രോഡ് പോയി ജോലി ചെയ്യുന്ന ഒരുത്തനോ പിടിച്ച് കണ്ണും പൂട്ടി എന്തുകൊണ്ട് പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുന്നു? ഇതിനെല്ലാം ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥിതിക്ക് തന്നെയാണ് പ്രശ്നം. ഇപ്പൊ രക്ഷിതാവ് വേറൊന്നും നോക്കത്തില്ല, അവന് പിന്നെ സ്വന്തം മകളെ സ്നേഹിക്കുവോ എന്ന് പോലും നോക്കാതെ എവിടെയെങ്കിലും UK അല്ലെന്നുണ്ടെങ്കിൽ വേറെ വിദേശത്ത് എവിടെയെങ്കിലും കാനഡയിലോ ഒക്കെ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ ഇങ്ങോട്ട് വന്ന് കല്യാണം ആലോചിച്ചാൽ ഒന്നും നോക്കത്തില്ല, ഉടനെ പിടിച്ച് കെട്ടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. കെട്ടിച്ചു വിടുക മാത്രമല്ല, കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ആ പെൺകുട്ടിയുടെ ഒരു കാര്യങ്ങളും അന്വേഷിക്കുന്നില്ല, ഒന്നുമില്ല. ഇപ്പം ഒരു കാര്യങ്ങളും അന്വേഷിക്കുന്നില്ല. എന്തൊക്കെ അവസ്ഥകളാണ് അവിടെ ഫേസ് ചെയ്യുന്നതെന്ന് ഞാൻ എല്ലാവരെയും അങ്ങനെ അടച്ചാക്ഷേപിക്കുകയല്ല, മനസ്സിലാക്കുന്ന പേരൻസ് ഉണ്ടാവും. പക്ഷെ ഭൂരിഭാഗം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കൊലപാതകങ്ങളും ഇങ്ങനെയുള്ള മരണങ്ങളും ആത്മഹത്യകളും നടക്കത്തില്ല. ഇതിനൊക്കെ ഒരു ശ്രദ്ധ വേണം. നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ ഇതിനകത്തൊക്കെ വരുന്നൊരു കാര്യമാണ്, കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, പെൺകുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ ഭാരം എടുത്ത് തലയെ വെച്ചേക്കുന്ന പോലെയാണ് ഓരോ രക്ഷിതാക്കളുടെ അവസ്ഥ. നമുക്ക് ഉത്തരേന്ത്യയിൽ പലയിടത്തും എന്തുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ വളരെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഓരോ മെറ്റേണിറ്റി വാർഡിന്റെ മുന്നിലും അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ ഓഫീസിന്റെ മുന്നിലും സ്കാനിങ് സെന്ററിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? കുഞ്ഞുങ്ങളുടെ ലിംഗനിർണ്ണയം നടത്തുന്നത് ശിക്ഷാർഹമാണ് എന്ന് എന്തുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു? ജനിക്കുന്ന ആണാണോ പെണ്ണാണോ എന്ന് ജനിച്ചു കഴിഞ്ഞറിഞ്ഞാൽ മതി. എന്തിനാ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? കാര്യം പെണ്ണാണെങ്കിൽ അതിനെ കൊന്നുകളയാനുള്ള ഒരു നടപടി, ഗർഭപാത്രത്തിൽ വെച്ച് കൊന്നുകളയാൻ വേണ്ടി പലരും ശ്രമിച്ചിട്ടുണ്ട്. അല്ല, എന്നിട്ടും ജനിച്ചിട്ട് പെൺകുട്ടികളാണെന്ന് അറിയുമ്പോ എത്ര പേര് കൊണ്ട് ഉപേക്ഷിക്കുന്നുണ്ട്, എത്രയോ ആൾക്കാർ കൊണ്ട് ഉപേക്ഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പം ഈ പറഞ്ഞ പോലെ എന്നിട്ട് ഇതുകൊണ്ട് വന്നു കഴിയുമ്പോഴേക്ക് കുഞ്ഞിന് വേണ്ടി നാളെ എന്തുണ്ടാക്കി വെക്കും? എന്തിനാ കെട്ടിച്ചൂടാ? പോളിസികളെ കുറിച്ച് അതാണ് പോളിസികൾ. എന്താ, നമ്മളൊരു പെൺകുട്ടി ജനിച്ച ഉടനെ വരും, രക്ഷിതാക്കളെ വിളിക്കും, അതായത് പോളിസി ചേരും, 18 വയസ്സാകുമ്പോ ഇത്ര ലക്ഷം രൂപ കൈ വരും. ബോധേടാണ് ഭയങ്കരമായിട്ട്. എന്റെ കുഞ്ഞിന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി വെച്ചിട്ട് എന്റെ കുഞ്ഞിനെ വേറൊരുത്തിനെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആലോചിച്ച് നോക്ക്, പഠിപ്പിക്കുന്നതിന് ഈ കാര്യത്തിൽ ടെൻഷൻ ഇല്ല അല്ലേ? എന്റെ കുഞ്ഞ് നല്ലൊരു ഉദ്യോഗസ്ഥ തലത്തിലേക്ക് എത്തണമെന്നും നല്ലൊരു ജോലി മേടിക്കണമെന്നും എത്ര രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്, എത്ര പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നുണ്ട്. അവരെല്ലാം ആഗ്രഹിക്കുന്നത് മകളുടെ കല്യാണം എങ്ങനെ നടത്തുമെന്നതിനെ കുറിച്ചാണ് ഒരു പെൺകുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്നത്. ആ ചിന്താഗതി തന്നെ മാറ്റണം. എൻ്റെ കുഞ്ഞ് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നേടിയെടുക്കണം, എന്നിട്ട് വിവാഹം എന്നുള്ളത് ആ കുഞ്ഞ് തീരുമാനിക്കണം, അവളുടെ ചോയ്സ് ആയിരിക്കണം. ആ കുഞ്ഞ് തീരുമാനിക്കണം, ഞാൻ ആരെ വിവാഹം കഴിക്കണം, ഞാൻ വിവാഹം കഴിക്കുന്ന ആള് എൻ്റെ കൂടെ ജീവിക്കാൻ യോഗ്യനാണോ, എന്നെ സ്നേഹിക്കുന്ന ഒരാളാണോ എന്ന് ആ കുട്ടി തീരുമാനിക്കണം. ആ തീരുമാനത്തിനാണ് പ്രസക്തിയുള്ളത്. അല്ലാതെ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുന്ന മുഴുവൻ എടുത്തിട്ട് വാരിക്കോരി കുഞ്ഞിനെ കല്യാണത്തിന് ചിലവാക്കാൻ വേണ്ടിയിട്ടല്ല വെക്കേണ്ടത്. കുഞ്ഞിനെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും നിങ്ങൾ. അതിനെ നല്ല വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുക്കൂ, പൊതുബോധം ഉണ്ടാക്കിയെടുക്കൂ, നല്ലൊരു ഉദ്യോഗസ്ഥ വൃന്ദത്തിലേക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലേക്ക് കുഞ്ഞിനെ എത്തിക്കൂ. അതല്ലേ ഓരോ രക്ഷിതാക്കളും ചെയ്യേണ്ടത്. അല്ലാതെ കിട്ടുന്ന കാശ് മുഴുവൻ ഏതെങ്കിലും പോളിസിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കുഞ്ഞിനെ പഠിപ്പിക്കാൻ ചിലവാക്കുന്നില്ല. അതെ, അതുപോലെ ആൺകുട്ടികളും ഞങ്ങൾ സ്ത്രീധനം മേടിക്കില്ലെന്ന് അവരുടെ കുടുംബവും തീരുമാനിക്കണം. അവര് മാത്രമല്ല, അവരുടെ കുടുംബവും അത് തീരുമാനിച്ച് അങ്ങനെ ഓരോ ആൺകുട്ടികളും അങ്ങനെ തീരുമാനിച്ച് മുന്നോട്ട് പോവാണെങ്കിൽ ഈ സ്ത്രീധന മരണങ്ങൾ കുറയും. എല്ലാത്തിന്റെ ഉത്തരവാദി പെൺകുട്ടികളുടെ അച്ഛനും അമ്മമാരാണ്. പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ തന്നെയാണ് ഈ പറയുന്ന സ്ത്രീധന പീഡനങ്ങളുടെയും മരണങ്ങളുടെയും ഒക്കെ കാരണക്കാരെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും.
പെൺകുട്ടികളുടെ അച്ഛനമ്മമാരെ നമ്മൾ പറയും. ഇതിപ്പോ തുഷാരയുടെ കേസിൽ അവന്റെ അച്ഛനും അമ്മ ശരിയാണ് അല്ലേ പെൺകുട്ടികളുടെ എൻ്റെ എനിക്കില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, എനിക്കില്ല, എൻ്റെ കാശില്ല കൊടുക്കാൻ. എനിക്ക് 2 ലക്ഷം രൂപ അല്ലെ 1 ലക്ഷം രൂപ പോലും എൻ്റെ കുഞ്ഞിന് സ്ത്രീധനമായി കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. പിന്നെ ഞാൻ എന്തിനാ വാക്ക് പറയുന്നേ? ഇത് ഇതിനകത്ത് അല്ല എൻ്റെ കുഞ്ഞ് നിന്ന് പോയാൽ എനിക്കെന്താ ഭാരമാണോ? തുഷാരയുടെ കേസിൽ ഒന്നുകൂടെ ഉണ്ട്. അതായത് 3 മാസം കഴിഞ്ഞപ്പോ തൊട്ട് ഈ പൈസ ചോദിച്ച് അതെ, അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയതിനാണ് എന്റെ ചോദ്യം. വ്യവസ്ഥ ഉണ്ടാക്കുക മാത്രമല്ല വീട്ടുകാരെ മാനസികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്റെ കയ്യിൽ തരാനില്ല, എന്റെ കൊച്ചിനെ പറഞ്ഞു വിട്ടേര്, ഞാൻ നോക്കിക്കോളാം, എനിക്ക് ആരോഗ്യമുണ്ട്, എന്റെ കുഞ്ഞിനെ ഞാൻ പോറ്റിക്കോളാം എന്ന് പറയാനുള്ള തന്റെ ഇടം എന്തുകൊണ്ടാണ് രക്ഷിതാക്കൾക്ക് ഇല്ലാതെ പോയി? അപ്പം ഇപ്പൊ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോ പെൺകുട്ടികളുടെയും അച്ഛനമ്മമാർ ഉത്തരവാദികളാണ്. ഇവർക്ക് ഈ 3 മാസം കഴിഞ്ഞ് ഞാൻ ബാക്കി 2.5 തന്നോളാം എന്ന് പറഞ്ഞൊരു വ്യവസ്ഥ ഉണ്ടാക്കേണ്ട ആവശ്യം എന്തുവാ? എന്റെ 2.5 തരാനില്ല, അല്ലെങ്കിൽ 2 ലക്ഷം തരാനില്ല, 3 ലക്ഷം തരാനില്ല. ഈ വ്യവസ്ഥ ഉണ്ടാക്കിയപ്പോ എന്തുകൊണ്ട് ഈ വീട്ടുകാർ പരാതിയായിട്ട് പോയില്ല? കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോ പരാതിയും പരിഭവമായിട്ട്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ തന്നെയാണ് അതിന് ഉത്തരവാദികൾ. അങ്ങനെ ഞാൻ ഇത്ര ലക്ഷം രൂപ തന്ന് എൻ്റെ മകളെ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ നിൽക്കുന്ന നിപ്പെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ 1000 രൂപയേ ഉള്ളൂ. എൻ്റെ കയ്യിൽ അതേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിനെ നീ വേണേ കെട്ടിയാൽ മതിയാ പോയി. എൻ്റെ മോള് എനിക്ക് ഭാരമല്ല എന്ന് പറയാൻ ഒരു തന്തയും തള്ളയും തയ്യാറാവണം, തൻ്റെ ഇടം കാണിക്കണം. അതും കൂടി അതിനകത്തൊരു വശമുണ്ട്. അല്ലാതെ ഞാനങ്ങ് തന്നോളാവേ എന്ത് വിധേയത്വമാ? ഒരു പെൺകുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പണ്ട് സാംബശിവന്റെ ഒരു കഥാപ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, അത് ഇത്രയും വർഷം ആ കുഞ്ഞിനെ മീൻസ് ഈ പെണ്ണിനെ കാണാൻ പോലും സമ്മതിക്കാനായിട്ട് ഈ വീട്ടുകാർ ഒരു പരാതിക്ക് പോയിട്ടില്ല. അതെ, ഇതൊക്കെയാണ് പറയുന്നത്. വീഴ്ചകൾ പറ്റുന്നത് അവിടെ നിന്നൊക്കെ തന്നെയാണ്. അല്ലാതെ പയ്യൻ ഈ പറയുന്ന പുരുഷ കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥയാണ് ഇതെന്നല്ല. ഇതൊരിക്കലും പുരുഷ കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥയല്ല. ഇതെല്ലാം എല്ലാവർക്കും പ്രാധാന്യമുള്ള ഒരു വ്യവസ്ഥ കൂടിയാണ്. അപ്പോൾ ആ വ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ആൺകുട്ടികളുടെ ആണെങ്കിലും പെൺകുട്ടികളുടെ അച്ഛനമ്മമാരും ചില തീരുമാനങ്ങൾ എടുക്കണം. ഇന്നത്തെ കാലം കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്ത കുട്ടികളാണ്. ഈ കാലഘട്ടം അങ്ങനെയാണ്. അത്തരം കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു തീരുമാനമെടുക്കാൻ സ്ത്രീധനം ചോദിച്ച് വരുന്നവൻ്റെ മുമ്പിൽ നീ ഇറങ്ങി പോടാ എന്ന് കരുതരുത്. പെൺകുഞ്ഞുങ്ങൾ ഒരിക്കലും ഭാരമല്ല രക്ഷിതാക്കൾക്ക്. ആദ്യം ആ ബോധമാണ് അവർക്കുണ്ടാകേണ്ടത്. എൻ്റെ കുഞ്ഞ് എനിക്ക് ഭാരമാണ് എന്ന് തോന്നൽ എന്നുണ്ടാകുന്നോ അവിടെ നിങ്ങൾക്ക് മക്കളുള്ള സ്നേഹം തീർന്നു. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പൊ ഇനിയുള്ളവരെങ്കിലും ഇപ്പം തുഷാരെ അവസാനത്തേതാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയുള്ളവരെങ്കിലും അങ്ങനെ ഈ സ്ത്രീധനം ഞാൻ കൊടുക്കൂല എന്ന് തീരുമാനിക്കുക. ഇനി സ്ത്രീധനത്തിന്റെ പേരിൽ ഏതെങ്കിലും കുട്ടികൾ എവിടെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ട് വരാനുള്ള മനസ്സ് രക്ഷിതാക്കൾ കാണിക്കണം. രക്ഷിതാക്കൾ അങ്ങനെയാണ് സ്വന്തം മക്കളോടുള്ള സ്നേഹം കാണിക്കേണ്ടത്, പണം കൊടുത്തിട്ടല്ല എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്.